ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം വന്നു, ബുദ്ധിമുട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഉടനെ ഭർത്താവിൻ്റെ അടുത്തല്ല, ഭർത്താവിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എപ്പോഴും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളിലാണ് അത് ചെയ്യേണ്ടത്. എപ്പോഴും ഭർത്താവ് എന്ന് പറയുന്നൊരു സംഭവം ആവത്തില്ല. ഒട്ടും സിനിമ ഇഷ്ടപ്പെടാത്ത ഭർത്താവുണ്ട്, ഭാര്യയ്ക്കാണെങ്കിൽ സിനിമ ഭയങ്കര ഇഷ്ടമാണ്, ഭർത്താവ് തിയേറ്ററിൽ പോകത്തില്ല. എന്തിനീ ഭർത്താവിനെ കൊണ്ട് തന്നെ തിയേറ്ററിൽ പോകണമെന്ന് ആഗ്രഹം? ആങ്ങളെ കാണും, ഫ്രണ്ട്സ് കാണും, ആരും കാണത്തില്ലേ? സിനിമ ആസ്വദിക്കുന്ന ആളുടെ കൂടെ സിനിമക്ക് പോയിട്ടല്ലേ കാര്യമുള്ളൂ. ഒരു ഭക്ഷണം, ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം, ഇഷ്ടമില്ല, ഓക്കെ, ഇഷ്ടമില്ല, എന്തിനാ കിടന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ആ വ്യക്തി ജീവിച്ചത് എങ്ങനെയാ, ആ വ്യക്തിയുടെ കാഴ്ചപ്പാടെ എങ്ങനെയാ? അപ്പൊ അതിൽ നിന്ന് എന്തിനാ നമ്മളിങ്ങനെ നന്നാക്കാൻ നടക്കുന്നത്? ഓക്കെ, ഇല്ലേ, വേണ്ട, ഞാൻ പോവാ. ആ ട്രാക്കിലേക്ക് വന്നെങ്കിലേ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ വ്യക്തിയുടെ കയ്യിൽ പല കഴിവുകളില്ല. പിന്നെ നിങ്ങൾക്ക് കാണിച്ചാൽ എന്താ, നിങ്ങൾക്ക് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് ചെയ്താൽ എന്താ എന്ന് എന്തിനാ ചോദിക്കുന്നേ? ആ വ്യക്തിയുടെ ഇല്ല. അപ്പൊ എന്തിനാണ് 500 രൂപ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? 100 രൂപ പാവം അതിന്റെ കയ്യിൽ. അപ്പൊ അതിൽ കൂടുതലൊന്നും തരാൻ പറ്റില്ല. അതൊന്ന് മനസ്സിലാക്കിയാ രക്ഷപ്പെട്ടു. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു കാഴ്ചപ്പാട് കുറച്ചുകൂടെ ഒരു മോഡേൺ രീതി ആയിരിക്കാം, എല്ലാവർക്കും ഉൾക്കൊള്ളണം പറ്റണമെന്നില്ല. എന്നാലും കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ നോക്കിയാൽ ഓക്കെ. ഒരു പരിധി കൂടുതൽ എല്ലാം കൂടെ തലക്കേറ്റി ഇരുന്നാൽ ഒന്നും ജീവിതം ഒന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. കാരണം ഈ ആരൊക്കെ എത്ര നാളെ ജീവിക്കുന്നത് എന്താ ഉറപ്പ്? എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എത്രയോ 500 കൊല്ലം ജീവിക്കുന്നതാണ് ഓർത്തിരിക്കുന്നത്. ചുമ്മാതാ. കൂടെ ഉള്ളവരൊക്കെ, എൻ്റെ കൂടെ ഉള്ള എത്ര പേര് ഇപ്പം ഇല്ലെന്നറിയാം. അപ്പം അതുകൊണ്ടൊന്നും കാര്യമില്ല. ഭർത്താവിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ ഭർത്താവിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും.